പഴയ ലൈഫിലേക്ക് തിരിച്ചുപോയ ഈ ഓർമ്മകളെല്ലാം അവൾ മായ്ക്കുന്നു പറഞ്ഞെങ്കിലും ഈ മെമ്മറീസ് എല്ലാം എനിക്ക് വേണമെന്നും പറഞ്ഞ് സിയോൾ അവളെ കിസ് ചെയ്യുന്നതും കാണിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് എൻഡായത്. 9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ യുൻഹോ പെട്ടെന്ന് തള്ളി മാറ്റാണ് അവനെ. ഹീറോ പക്ഷെ ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആയിരുന്നു. നമുക്കിനി വെറുതെ ഉള്ള ഡേറ്റിംഗ് ഒന്നും വേണ്ട, സീരിയസ് ആയി തന്നെ മതി എന്ന് പറയുന്നതായി കാണിച്ച് കട്ട് ചെയ്ത ഇവിടെ യുൻഹോ ഇപ്പൊ ഒരു ഫോക്സ് അല്ല, സാധാരണ മനുഷ്യനാണെന്ന് ഹ്യൂൺ പറഞ്ഞതും ഫോക്സ് ഹണ്ടറിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ പോവും. നമ്മുടെ ലൈഫ് ഇങ്ങനെ കോഞ്ഞാട്ടാവാൻ കാരണം തന്നെ അവളാണ്. അവളിപ്പോ ഫോക്സ് അല്ലാതായപ്പോ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമായിട്ടും തനിക്കൊന്നും ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് ചോദിക്കാണ് ലീ. അപ്പോ ഫോക്സ് ഹണ്ടർക്ക് പക്ഷെ പവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു യുൻഹോന് ആവശ്യം, അല്ലാതെ പേഴ്സണൽ ആയിട്ട് പ്രതികാരം ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു പോകുന്നതിനിടയ്ക്കാണ് ഹ്യൂണിന്റെ മെമ്മറി മാറ്റിയത് പിന്നെ ആരാണെന്നുള്ള ചോദ്യം വരാം. അതിനെപ്പറ്റി അവനോട് ചോദിക്കുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായ വേറൊരു പെൺകുട്ടി ചെയ്തതാണെന്ന് പറഞ്ഞതും അവളല്ലെങ്കിൽ മറ്റൊരു ഫോക്സ് എന്നുള്ള സന്തോഷം വരാണ് അയാൾക്ക്. കട്ട് ചെയ്താ ഇവരിതിനകം വീടെത്തി. പക്ഷെ കിടന്നിട്ട് യുൻഹോയ്ക്ക് ഉറക്കം വരുന്നുണ്ടാവില്ല. എന്നോട് ഇത്ര ഓപ്പൺ ആയിട്ട് ഇതൊക്കെ പറയാൻ ഈ ചെക്കൻ ഇത്ര ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് ആലോചിക്കുന്നതിനിടെ സിയോളും ഇതിനെപ്പറ്റി തന്നെയാണ് ചിന്തിക്കുന്നുണ്ടാവുക. ഞാൻ എന്തൊക്കെയാ പറഞ്ഞേ, എനിക്കിവിടെ നിന്ന് ഇത്ര ധൈര്യം എന്നൊക്കെ. അവളെ ഫേസ് ചെയ്യാനുള്ള മടിക്ക് വേഗം പോവാന്നും തീരുമാനിക്കും. കറക്റ്റ് ടൈമിലാണ് വെള്ളം കുടിക്കാൻ ഹീറോയിനും വരിക. അവനെ ഫേസ് ചെയ്യാൻ അവൾക്കും ചമ്മലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോർ ഓർക്കുന്ന സൗണ്ട് കേട്ടതും ഒളിച്ചു നിൽക്കാൻ നോക്കുമെങ്കിലും നടക്കില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണെന്നും പറഞ്ഞ് ഫുഡ് വാങ്ങാൻ ക്യാഷും കൊടുത്ത് അവൻ ഇറങ്ങാൻ നിൽക്കുമെങ്കിലും പോകുന്നതിന് മുന്നേ യുൻഹോയും കൂടെ വരുന്നോന്ന് ചോദിക്കാണ്. അവിടെ സിങ്കട്ടായി താൻ മറന്നുപോയ ഓർമ്മ തിരിച്ചു കിട്ടിയെന്നും ഫോക്സ് ഹണ്ടർ വന്ന കാര്യമൊക്കെ പറഞ്ഞ് ഹ്യൂൺ ഹീറോയ്ക്ക് മെസ്സേജ് അയക്കാൻ പോവെങ്കിലും ഇന്നലെ അവൻ ചോദിച്ചപ്പോ നീ പേടിക്കണ്ട, ഞാൻ നിന്റെ ഫ്രണ്ടിനെ ഒന്നും ചെയ്യില്ല, എനിക്ക് ആ ഫോക്സിനെയാണ് ആവശ്യം എന്ന് അയാൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ സിയോളിന് റിസ്ക് ഇല്ലല്ലോ, അപ്പൊ പറയണ്ടെന്ന് വെക്കും. ഈ സമയത്താണ് ബോധം വന്നിട്ട് അവന്റെ അച്ഛൻ എണീറ്റ് വരാ. ഇന്ന് ഇന്റർനാഷണൽ മാച്ചിന്റെ കോളപ്പല്ലേ, വേഗം പോയി റെഡി ആവാൻ പറഞ്ഞു പോകും. പിന്നീടുള്ള സീനിൽ സിയോള് ഹീറോയിനെയും കൂട്ടിക്കൊണ്ടുപോയി എക്സസൈസ് ചെയ്യിക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യത്തെ സ്ട്രെച്ചിങ് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ഓഫായി. എക്സസൈസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന് കേട്ടതും കീളി പോവാണ്. ഓടാതെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങ് ഓടും. കുറച്ചു കഴിയുമ്പോൾ യുൻഹോ ക്ഷീണിച്ചത് കണ്ട് അവളുടെ കോട്ടും ക്യാപ്പൊക്കെ ശരിയാക്കി കൊടുക്കാണ് അവൻ. മറ്റൊരാളുടെ ഈ സ്നേഹം കെയറൊക്കെ ആദ്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ അവൾക്കും ഇപ്പൊ ശരിക്കും ഇഷ്ടമാണ് അവന്. ശേഷം അവര് ടർഫിലേക്കും പോവാണ്. ഈ ബോൾ എന്റെ വാങ്ങാൻ പറ്റിയ യുൻഹോയുടെ എന്താഗ്രഹവും ഞാൻ സാധിച്ചു തരാന്ന് പറയാണെന്നിട്ട് അവൾ അങ്ങനെ കുറെ ശ്രമിക്കുമെങ്കിലും നടക്കില്ല. അവസാനം സിയോളിനെ തള്ളിയിട്ട് ബോൾ എടുത്തോണ്ട് പോരും. അവൻ പക്ഷെ ഇതെല്ലാം ശരിക്കും എൻജോയ് ചെയ്യാണിപ്പോ. പഴയ ലൈഫ് തിരിച്ചു കിട്ടാത്തതിന്റെ വിഷമൊന്നും ഇപ്പൊ അവനില്ല. ഫൗള് കാണിക്കാൻ പാടില്ല എന്നൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരണമെന്ന് യുൻഹോ പറയുന്നതിനിടെ സിയോള് കൈ പിടിച്ച് നടക്കാണ് അവളുടെ. മാച്ചിന് വേണ്ടി ടീമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ സിയോള് വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറയണപ്പോ എല്ലാ മാച്ചും ജയിച്ചാൽ തരക്കേടില്ലാത്തൊരു എമൗണ്ട് കിട്ടും. അത് വെച്ച് നമുക്കൊരു ടൂർ പോവാന്ന് പറയുമ്പോൾ യുൻഹോയും ഭയങ്കര ഹാപ്പി ആവാണ്. അടുത്ത സീനിൽ ഹ്യൂൺ കോളപ്പിന് പോകുന്നതിനിടെ കുറെ ഫാൻസ് അവനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം അവന്റെ കുറെ ഫ്രണ്ട്സ് വന്ന് കാഷ്വൽ ആയിട്ട് സംസാരിക്കുമെങ്കിലും ഇവൻ ആരെയും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. നിനക്കിത് എന്തു പറ്റി, മെസ്സേജ് അയച്ചാലും റിപ്ലൈ ഇല്ല, എന്തായാലും അകത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു പോവാണ് അവര്. യുൻഹോ ആണെങ്കിൽ സിയോളിനെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. കുറെ സ്ഥലത്ത് വിളിച്ച് നോക്കുമെങ്കിലും എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ അതൊന്നും കിട്ടില്ല. ലാസ്റ്റ് ഇതൊന്നും ആവശ്യമില്ലാത്തൊരു ജോലി സെലക്ട് ചെയ്യും. സിയോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ ചെന്ന് കുറെ ആയിട്ടും ആരെയും കാണാത്തോണ്ട് തന്നെ ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കാൻ നേരം അവന്മാര് ഗെയിം കളിക്കാണ്. നീയും വായോന്ന് കേട്ടതും പ്രാക്ടീസ് ചെയ്യാൻ വരാൻ പറഞ്ഞ് ചീത്ത പറയാണവൻ. അതോടെ കേൾക്കുന്നില്ല എന്നും പറഞ്ഞ് അവൻ കോള് കട്ടാക്കും. നല്ല അസല് മടിയന്മാരാണെല്ലാം. ഇതില് ഹീറോ വിളിച്ച ഈ ഫ്രണ്ടിന്റെ പേര് ബോയം എന്നാണ്. കുറച്ചു ദിവസമായി തന്നെ ആരോ സീക്രട്ട് ആയി വാച്ച് ചെയ്യുന്ന പോലെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അവൻ. അവിടെ സിംഗട്ടായി ജോലി അന്വേഷിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നിരിക്കുന്ന യുൻഹോനെയാണ് കാണിക്കാം. എപ്പോഴത്തെയും പോലെ ഒരു വിനയം ഇല്ലാതെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ആ ലേഡിക്ക് അവളെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഐഡിയിലെ പേരും അവള് പറയുന്ന പേരും വേറെ ആണല്ലോ എന്നൊക്കെ ചോദിക്കാണ്. ലാസ്റ്റ് അവിടുത്തെ നോട്ടീസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഡോളിന്റെ ജോലി കൊടുക്കും. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ആരും മേല് തട്ടിയിട്ട് ഇടിഞ്ഞും പൊളിഞ്ഞും വീഴുന്നൊക്കെ ഉണ്ട്. കട്ട് ചെയ്താ ഫ്രണ്ട്സ് പ്രാക്ടീസിന് വരാത്തോണ്ട് തന്നെ സിയോള് കോച്ചിനെ കാണാൻ ചെല്ലുന്ന ടൈം പുള്ളി വെള്ളം അടിച്ച് ആകെ സെഡായിട്ട് ഇരിക്കുകയായിരിക്കും. എന്താ പ്രാക്ടീസ് ഇല്ലാതെന്ന് ചോദിക്കുമ്പോഴാണ് അത് ക്യാൻസൽ ആക്കിയെന്ന് കോച്ച് പറയുന്നതും കാണിച്ച് കട്ട് ചെയ്താ യുൻഹോയ്ക്ക് അവിടെ വേറൊരു ജോലി കൊടുത്തേക്കാണ്. അതാണെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതും പോരാണ്ട് വെറുതെ കസ്റ്റമേഴ്സിനോട് തർക്കിക്കുന്നത് വേറെ. ലാസ്റ്റ് ഇപ്പൊ ബില്ലിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിനിടെ കുറെ കാര്യങ്ങളൊന്നും പുള്ളിക്കാരിക്ക് അറിയാത്തോണ്ട് തന്നെ ഡിസ്കൗണ്ട് ഒന്നും അപ്ലൈ ചെയ്യാതെയും അങ്ങനെ പല തവണ ആവുമ്പോ വേറൊരു ജോലിക്കാരി ഇത് നോട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാണ് അവൾക്ക്. യുൻഹോയ്ക്ക് അത് ഭയങ്കര സമാധാനാവുകയും ചെയ്യും. ഇവിടെ ആണെങ്കിൽ കോച്ച് സിയോളിനെയും കൂട്ടി ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. എന്ത് വിഷമമുണ്ടായിട്ട് ഇങ്ങനെ കുടിക്കുന്നെന്ന് ചോദിക്കുമ്പോഴാണ് ഇവരുടെ ടീമിനെ സ്പോൺസർ ചെയ്തിരുന്ന ആള് അഥവാ സിയോളിന്റെ അമ്മൂമ്മ നിൽക്കുന്ന നഴ്സിംഗ് ഹോമിന്റെ ഡയറക്ടർ
ഇവരെ സ്പോൺസർ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി എന്നുള്ള കാര്യം പറയാം. ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ 4th ഡിവിഷൻ ടീമായിട്ടും അദ്ദേഹം സ്പോൺസർ ചെയ്തിരുന്നത്. ഇനി പുള്ളിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലത്രേ. നീ എന്തായാലും ഫ്രണ്ട്സിനോട് ഇക്കാര്യം പറയണ്ട, ഞാൻ എങ്ങനെയെങ്കിലും വേറെ സ്പോൺസറിനെ കണ്ടുപിടിക്കുന്നൊക്കെ വിഷമിച്ച് പറയാണ് കോച്ച്. കട്ട് ചെയ്ത് സൂപ്പർ മാർക്കറ്റിലെ മെയിൻ സ്റ്റാഫിന് യുൺഹോ ചെയ്തു കൊടുത്ത പണി ഒറ്റ ദിവസം കൊണ്ട് തന്നെ മതിയായി. അതുകൊണ്ട് ഇന്നത്തെ ക്യാഷ് തന്നേക്കാം, മേലാൽ ഇനി വന്നേക്കരുതെന്ന് കേട്ട് അല്ലെങ്കിൽ ഞാൻ വരില്ല എന്നവള്. അപ്പോഴാണ് വേറൊരു സ്റ്റാഫ് അങ്ങോട്ട് വന്നൊരു കാര്യം പറയാം. വേറൊന്നല്ല, യുൺഹോ ഒരു കസ്റ്റമറിന് ബാക്കി കൊടുത്തപ്പോ കൊടുത്ത എമൗണ്ട് തെറ്റി അധികം കൊടുത്തു. അതുകൊണ്ട് ഇപ്പൊ സാലറി ഒന്നും കിട്ടേമില്ല. ഇന്നത്തെ സാലറിയുടെ 4 ഇരട്ടി അവൾ അങ്ങോട്ട് കൊടുക്കണം. സിയോളിനെ സഹായിക്കാൻ പോയിട്ട് പെരട്ടി കട ആയല്ലോ എന്നോർത്തുള്ള നടപ്പാണ് ഇപ്പൊ ഈ കാണുന്നേ. ഇനി ആ കാശ് തിരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യും? വിൽക്കാൻ വല്ലതുണ്ടോ? ഡ്രസ്സ് വിറ്റാലോ? അതോ വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്താ. കുറച്ചു സമയം കഴിഞ്ഞ് സിയോൾ എത്തുമ്പോഴേക്കും പുള്ളിക്കാരി എന്തോ കൊണ്ട് വിറ്റിട്ടുണ്ടായി. അവനോട് ഇക്കാര്യമൊന്നും പറയാതെ ബാക്കിയുള്ള പൈസയും പിടിച്ച് നിൽക്കുമ്പോഴാണ് ടീമിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവൻ പറയാം. പക്ഷെ സ്പോൺസർ പോയെന്നൊന്നും പറയുന്നില്ല. ഈ ടൈം യുൺഹോ ക്യാഷ് കൊടുത്തതും ഒറ്റ ദിവസം ജോലി ചെയ്ത് ഇത്രയും കാശ് കിട്ടോ? കട്ടതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അവൻ. അതൊന്നും അല്ല എന്ന് പറയുന്നതിനിടെ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കൊണ്ട് അവന്റെ ഫ്രണ്ട്സ് വരും. ഇന്നത്തെ ഇന്റർനാഷണൽ മാച്ച് ഒരുമിച്ചിരുന്ന് കാണാൻ വന്നതാണ് അവര്. ഫുഡും കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് തന്നെ യുൺഹോ ഹാപ്പി ആവും. സിയോള് പക്ഷേ നിനക്കൊക്കെ വീട്ടിലിരുന്ന് കണ്ടാ പോരെന്ന് ചോദിച്ചതായിട്ട് നമ്മൾ എപ്പോഴും ഒരുമിച്ചിരുന്നല്ലേ കാണാറെന്ന് പറയണം അവര്. സിയോള് കുടിക്കുന്നില്ലെങ്കിലും യുൺഹോ അവരുടെ ഒപ്പം കൂടുന്നുണ്ട്. ഇതിനിടെ ബോയംനെ വീണ്ടും തന്നെ ആരോ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നാണ്. കുറച്ച് ദിവസമായിട്ട് തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഇവിടെയും പറയുന്നുണ്ട് അവൻ. ഈ ടൈം തന്നെ പെട്ടെന്നൊരു വെളിച്ചം വന്നതും എല്ലാവരും പേടിക്കും. അതും കൂടാവുമ്പോ യുൺഹോക്ക് അതിന്റെ കാരണക്കാരിയെ പിടികിട്ടാണ്. അത് നമ്മുടെ ഗുമിയായിരുന്നു. അവിടെ കട്ട് ചെയ്ത ലീയുടെ അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത്. അന്ന് ഹ്യൂണിന്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഫോക്സ് ഹണ്ടറിനെ പറ്റി ഒരു അറിവില്ലാത്തതുകൊണ്ട് തന്നെ അയാൾ എന്താ ചെയ്യുന്നതെന്ന് അന്വേഷിക്കാൻ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരുന്നു. ഫോക്സ് ഹണ്ടർ ഓരോ ആന്റിക് ഷോപ്പിലും ബുക്ക് സ്റ്റോറിലൊക്കെ എന്തോ അന്വേഷിക്കുകയാണെന്നുള്ള വിവരം പറയാൻ വന്നതാണിപ്പോ. അത് മാത്രല്ല, ഹീറോയുടെ ഫുട്ബോൾ ടീമിനെ സ്പോൺസർ ചെയ്ത ആള് അതിൽ നിന്ന് പിന്മാറിയതും ഈ ലീ ഇടപെട്ടിട്ടായിരുന്നു. ഇവിടെ ഗുമി വന്നിട്ട് തനിക്ക് സ്പിരിച്വൽ പവേഴ്സ് കൂടിയെന്ന് പറയുന്നത് കേട്ട് രണ്ടുപേരും ഹാപ്പി ആവും. ഡയറക്ടർ കിം യുൺഹോ പറഞ്ഞ പോലെ ആ ബിൽഡിംഗ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവണം. ഈ ടൈം ഗുമിയുടെ സംസാരത്തിൽ നിന്ന് അവൾ ഇപ്പോഴല്ല കുറച്ചധികം മുന്നേ ഇവിടെ എത്തിയിരുന്നു എന്ന് മനസ്സിലാവാണ് യുൺഹോക്ക്. അപ്പൊ നീയാണോ ബോയമിന്റെ പിന്നാലെ നടക്കുന്നേ? സത്യം പറയാൻ പറഞ്ഞതും ഗുമി സമ്മതിക്കുന്നുണ്ട്. അത് കേട്ടപാടെ യുൺഹോ അവളെ തല്ലാൻ ഓടിച്ചിടാണ്. പുറത്തെ ബഹളം ഇവരും കേൾക്കുന്നുണ്ടെങ്കിലും സിയോളും യുൺഹോയും ചുമ്മാ വഴക്കിടുന്നതാവുന്നാണ് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ അതിലൊന്നും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് മാച്ച് കാണാൻ വേണ്ടി TV ഓണാക്കാൻ പോകുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം ഇപ്പൊ കാണാനില്ല എന്നൊരു ഫ്രണ്ട് പറയും. ഹീറോയിൻ ഇവിടെ നിനക്ക് വേറെ ആരെയും പ്രേമിക്കാൻ കിട്ടിയില്ലേ? അവന്റെ പൈസ ഒന്നുമില്ല, പാപ്പരാണെന്നും പറഞ്ഞ് വഴക്ക് പറയുന്നതായിട്ട് ചേച്ചി അപ്പൊ സിയോളിനെ സ്നേഹിക്കുന്നതോ? അതും പോരാണ്ട് നിങ്ങൾ കൈ പിടിച്ച് നടന്നതും മറ്റതും ഒക്കെ ഞാൻ കണ്ടു എന്ന് പറയാണ്. അതുപോലാണോ ഇത്? എന്തൊക്കെ പറഞ്ഞാലും സിയോള് ഡീസന്റ് ആണ്. പക്ഷെ 2 ദിവസം മുന്നേ കണ്ട ബോയമിനെ പറ്റി നിനക്ക് എന്തറിയാന്ന് ചോദിച്ചതും കാണാൻ നല്ല ഭംഗിയുണ്ടെന്നായിരുന്നു ഭൂമിയുടെ മറുപടി. ഇന്നേരം വേറൊരു ഫ്രണ്ട് വന്ന് വീട്ടിൽ AC ആരോ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയാണ്. എന്നാൽ ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള ആ സാധനം തന്നെ കട്ടോണ്ടാണെങ്കിൽ അതാരായിരിക്കും അവര് പറയുന്നതിനിടെ അധികം വളച്ചു കേട്ടാതെ താൻ അതുകൊണ്ട് വിറ്റതാണെന്ന് യുൺഹോ പറയുന്നുണ്ട്. ഇപ്പൊ എന്തായാലും വിന്റർ അല്ലേ, നമുക്കിപ്പത് ആവശ്യമില്ലല്ലോ, കാശിനാണെങ്കിൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് വെച്ചതാണെന്ന് പറയുമ്പോൾ സിയോളും ഒന്നും പറയില്ല. ശരിയാ, യുൺഹോ എനിക്ക് അതിന്റെ ക്യാഷ് കൊണ്ട് തന്നിരുന്നു എന്ന് പറയാണ്. ഇന്നേരം വിറ്റിട്ട് എത്ര കിട്ടിയെന്നൊക്കെ ചോദിച്ചു പിടിച്ച് വരാൻ നേരമാണ് അവള് പറ്റിക്കപ്പെട്ടു എന്ന് ഫ്രണ്ട്സ് പറയാം. അത് ലേറ്റസ്റ്റ് മോഡൽ AC ആയിരുന്നു, അതും പുതിയത്. അത് വിറ്റിട്ട് കിട്ടിയ ക്യാഷ് വിലയുടെ പകുതി പോലും ഇല്ലാന്ന് കേട്ടതും യുൺഹോയ്ക്ക് അടി കൊണ്ട പോലെയാവും. സെയിം ടൈം ഹ്യൂണിനെ കാണിക്കുന്നുണ്ട്. മാച്ച് തുടങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രം ഉള്ളതുകൊണ്ടാണോ എന്തോ ടെൻഷൻ അടിച്ചിട്ട് ഹാർട്ട് പടപട അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സിയോൾ ആണെങ്കിൽ യുൺഹോനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉപകാരമാവുന്ന കരുതി എന്ത് ചെയ്താലും സിയോളിന് അത് ഉപദ്രവമായിട്ട് മാറാണല്ലോ എന്നും പറഞ്ഞ് കരയുന്നുണ്ട്. സാരില്ല, പോയത് പോയി, ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും, അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണവൻ. ഈ ടൈം സൂപ്പർ മാർക്കറ്റിൽ പോയ കാര്യമൊക്കെ പറയുമ്പോൾ സിയോള് സമാധാനിപ്പിക്കുകയാണ് അവളെ. എന്ത് സംഭവിച്ചാലും സിയോളിന്റെ പഴയ ലൈഫ് ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു പറയുന്നതിനിടെ സിയോൾ അവളെ തന്നെ നോക്കി നിൽക്കുകയും അവരങ്ങനെ കിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഫ്രണ്ട് ആകെ ടെൻഷനായി വരാണങ്ങോട്ട്. മാച്ച് തുടങ്ങുന്നതിന് മുന്നേ ഹ്യൂൺ തലറങ്ങി വീണു. അവൻ മരിക്കുന്ന ന്യൂസിൽ പറയുന്നതെന്ന് കേട്ട് ഞെട്ടി നിൽക്കുന്ന സിയോളിനെയും കാണിച്ച് കട്ട് ചെയ്ത ഹ്യൂൺ തലറങ്ങി വീഴുന്നതും അതൊരു കാർഡിയാക് അറസ്റ്റ് ആണെന്ന് പറയുന്നതൊക്കെയാണ് കാണിക്കുക. ഹ്യൂണിന് എന്താ സംഭവിക്കുന്നേ? ഇനി ഇത് എന്റെ വിധിയാണോ? ഞാൻ മരിക്കുന്നതിന് പകരമാണോ ഹ്യൂൺ മരിക്കുന്നതെന്ന് ചോദിക്കുകയാണവൻ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പഴയ പോലെ ആക്കിയ എനിക്ക് പകരം ഹ്യൂണിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെന്നിട്ട്. പക്ഷേ അതിന് പറ്റില്ല എന്നാണ് അവള് പറയാ. ഹ്യൂണിപ്പോ മരിച്ചു കഴിഞ്ഞാ പിന്നെ വിധി മാറ്റാനോ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനോ എനിക്ക് പറ്റില്ല എന്ന് യുൺഹോ പറയുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഹ്യൂണിനെ അവർക്ക് രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. താങ്ക്